ഇപ്പോൾ സമയം രാത്രി 8 മണി. ദേവൂട്ടിയെ കണ്ടതിന് ശേഷം ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയ ജയകൃഷ്ണനും കൂട്ടുകാരും ആ നാട് ഒന്നുകൂടി ചുറ്റിനടന്നു കണ്ടതിന് ശേഷം തിരികെ ഹരിയുടെ വീട്ടിലെത്തി. രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് മുറിയിലെത്തിയ ശേഷം അവർ നാലുപേരും തമ്മിൽ മുൻകാലങ്ങളിൽ അവർ നാലുപേരും ചേർന്ന് തങ്ങളുടെ അന്നത്തെ പ്രായത്തിൻ്റെതായ കാലയളവിൽ ചെയ്തുകൂട്ടിയ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. ഇടയ്ക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അങ്ങനെ അവർ നാലുപേരും ഉറങ്ങാതെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സമയം മണി 11 കഴിഞ്ഞിരിക്കുന്നു. നാലുപേരും ഇപ്പോഴും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഉറങ്ങാതെ ഇരുന്ന അവർ സംസാരിക്കുകയാണ്. അവരുടെ ഉറങ്ങാതെയുള്ള ഈ കാര്യം പറച്ചിലിന് കാരണം മറ്റൊന്നുമായിരുന്നില്ല. നാളെ ബെന്നിയും സന്തോഷും ജയകൃഷ്ണനും തിരിച്ചു പോവുകയാണ്. അതേ തുടർന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ ആ നാൽവർ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നീണ്ടുനിന്ന ആ സംഭാഷണങ്ങൾക്കും തമാശകൾക്കും പൊട്ടിച്ചിരികൾക്കും ഒടുവിൽ ഏതാണ്ട് 1:30യോടെ നാലുപേരും ഉറങ്ങാൻ കിടന്നു. തുടർന്ന് അടുത്ത ദിവസം രാവിലെ ഉണർന്നു കുളിച്ചൊരുങ്ങി റെഡിയായി രാവിലത്തെ കാപ്പുകുടിയെല്ലാം കഴിഞ്ഞ് ഹരിയുടെ അപ്പാവോടും അമ്മാവോടും അനുജത്തി ഉമയോടും യാത്ര പറഞ്ഞ് അവർ നാൽവർ സംഘം അവിടെ നിന്നും ഇറങ്ങി അവർ നേരെ പോയത് ആശുപത്രിയിലേക്കായിരുന്നു. ഇപ്പോൾ സമയം മണി 10 കഴിഞ്ഞിരിക്കുന്നു. അവർ അവിടേക്ക് ചെല്ലുമ്പോൾ ദേവൂട്ടിയും അനുജത്തിമാരും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഹരിയും കൂട്ടുകാരും മുറിയിലെത്തി. ബെന്നിയും സന്തോഷും ദേവൂട്ടിയോടും അപർണയോടും അശ്വതിയോടും യാത്ര പറഞ്ഞു. എന്നാൽ ജയകൃഷ്ണനാകട്ടെ അശ്വതിയോടും അപർണയോടും മാത്രമാണ് യാത്ര പറഞ്ഞത്. ദേവൂട്ടിയോട് ജയകൃഷ്ണൻ യാത്രയൊന്നും പറഞ്ഞിരുന്നില്ലെന്ന് മാത്രമല്ല, അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തിരുന്നില്ല അവൻ. ഈ സമയം അവർ യാത്ര പറയുമ്പോൾ അശ്വതിയുടെയും അപർണയുടെയും മനസ്സുകളിൽ ഒരു നൊമ്പരമായി തീർന്നു. അതിൻ്റെ ഭാഗമായിട്ടാവാം അവർ രണ്ടുപേരുടെയും കണ്ണുകളും നിറഞ്ഞു. എങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് വിഷാദമാർന്ന ഒരു പുഞ്ചിരിയോടെ അവർ തങ്ങളുടെ ചേട്ടന്മാരെ യാത്രയാക്കുന്നു. അങ്ങനെ ആശുപത്രിയിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങി അവർ നേരെ പോയത് ബസ് സ്റ്റാൻഡിലേക്ക് തന്നെയായിരുന്നു. അവിടെ എത്തിയ അവർ തങ്ങൾക്ക് മൂന്നാൾക്കും പോകാനുള്ള ബസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കി. വന്നിട്ടുണ്ടെന്ന് കണ്ട അവർ അവിടെ തന്നെയുള്ള ഒരു കോഫി ഹൗസിൽ കയറി. നാലുപേരും ഓരോ കോഫി കുടിച്ചു ശേഷം പുറത്തിറങ്ങി പരസ്പരം യാത്ര പറഞ്ഞു. ഇനിയും വീണ്ടും ഇതുപോലൊരു കൂടിച്ചേരലിന് വരാമെന്ന് പറഞ്ഞ് പിരിഞ്ഞുകൊണ്ട് അവരവർക്ക് പോകേണ്ടതായിട്ടുള്ള ബസ്സുകളിൽ ചെന്നു കയറി. തമ്മിൽ യാത്ര പറഞ്ഞകലുമ്പോൾ ആ നാലുപേരുടെയും മനസ്സുകളിൽ വല്ലാത്ത ഒരു നൊമ്പരം നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ ആരും തമ്മിൽ ഒന്നും പറഞ്ഞിരുന്നില്ല. പകരം ഒരു വിളറിയ പുഞ്ചിരിയോടെ തമ്മിൽ നോക്കുക മാത്രമാണ് ചെയ്തത്. ഇതിനിടെ യാത്ര പറഞ്ഞ് പിരിയുന്നതിന് മുമ്പായി ആശുപത്രിയിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ ഹരിയും ബെന്നിയും സന്തോഷും ജയകൃഷ്ണനോട് എന്തുകൊണ്ടാണ് ദേവൂട്ടിയോട് യാത്ര ചോദിക്കാതെ പോന്നതെന്ന് ചോദിച്ചു. എന്നാൽ ജയകൃഷ്ണൻ പക്ഷേ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് കൂട്ടുകാർ അവരെ ശകാരിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴും ജയകൃഷ്ണൻ്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ മറുപടിയും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ബസ്സിൽ കയറിയ ബെന്നിയും സന്തോഷും ജയകൃഷ്ണനും വീണ്ടും ഒരിക്കൽ കൂടി ഹരിയുടെ നേർക്ക് കൈവീശി കാട്ടിക്കൊണ്ട് യാത്ര പറഞ്ഞു പിരിയുന്നു. അല്പം മുമ്പ് വരെ ഒരേ മനസ്സുമായി ഒന്നായി നടന്നവരിൽ 3 പേർ അവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ അന്നു രാത്രി 11 മണിയോടെ ജയകൃഷ്ണൻ അവൻ്റെ ഗ്രാമമായ കണ്ണോട്ടുകരയിലെത്തി. അവിടെ നിന്നും തൻ്റെ തറവാടായ ചെമ്പകശ്ശേരിയിലും. ഈ സമയം ചെമ്പകശ്ശേരിയിൽ എല്ലാവരും ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞിരുന്നു. എങ്കിലും കോളിംഗ് ബെൽ കേട്ടപ്പോൾ പുറത്ത് ആരോ വന്നു എന്നും അത് ജയകൃഷ്ണനായിരിക്കുമെന്നും മനസ്സിലാക്കിയതിനെ തുടർന്ന് ജയകൃഷ്ണൻ്റെ അച്ഛനായ നമ്പ്യാരായിരുന്നു വന്ന് കതക് തുറന്നത്. കതക് തുറന്ന് പുറത്തേക്കിറങ്ങി നോക്കിയ നമ്പ്യാർ കണ്ടു കയ്യിലൊരു ബാഗുമായി ആകെ ക്ഷീണിച്ച് തളർന്നു നിൽക്കുന്ന തൻ്റെ മകനെ. ഒരു നിമിഷം നമ്പ്യാർ മകനെ അടിമുടിയൊന്ന് നോക്കി നിന്നു. എന്നാൽ നമ്പ്യാർക്ക് മുഖം കൊടുക്കാതെ കുനിഞ്ഞുപിടിച്ച ശിരസ്സുമായി ജയകൃഷ്ണൻ അകത്തേക്ക് കയറി. തുറന്ന് അവിടെ നിന്ന് മുകളിൽ അവൻ്റെ മുറിയിലേക്ക് നടന്നു. മുറിക്ക് മുന്നിലെത്തി. മുറി തുറന്ന് അകത്തേക്ക് കയറിയ അവൻ കയ്യിലിരുന്ന ബാഗ് തൊട്ടടുത്ത് കിടന്ന മേശപ്പുറത്ത് വച്ച ശേഷം അവശനായ ഒരാളെ പോലെ കട്ടിലിലേക്ക് തളർന്നു വീണു. അങ്ങനെ കുറേ നേരം കിടന്ന അവൻ പിന്നീട് അവിടെ നിന്നും എഴുന്നേറ്റു. ബാത്റൂമിൽ കയറി നന്നായി ഒന്ന് കുളിച്ചു ഡ്രസ്സ് മാറി താഴെ ഹാളിലെത്തി. കുറേ നേരം TV ഓണാക്കി അതിനു മുമ്പിലിരുന്നു. ശേഷം മുറിയിൽ തിരിച്ചെത്തി വീണ്ടും കട്ടിലിലേക്ക് വീണു. അങ്ങനെ കട്ടിലിലേക്ക് വീണ അവൻ യാത്രാക്ഷീണം കാരണം പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു.